ഹലോ, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2 മുട്ട കൊണ്ട് ഇതുപോലെ നമുക്കൊരു പ്ലേറ്റ് നിറച്ച സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. മുട്ടയും അതുപോലെ പൊട്ടറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് തന്നെ ഈ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള നേരിയതായിട്ട് സ്ലൈസ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ കറി മസാലയും ചേർക്കുന്നുണ്ട്. ചിക്കൻ കറി മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് മസാലയോ എഗ് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചച്ചവ മാറുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ തക്കാളി നല്ലപോലെ വെന്തുടയുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടത് പൊട്ടറ്റോ ബോയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ 3 പൊട്ടറ്റോ ആണ് ഇപ്പോൾ ഇവിടെ ബോയിൽ ചെയ്തെടുത്തത്. അതിന് ശേഷം നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഉപ്പിടാതെയാണ് ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊട്ടറ്റോ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം മല്ലിയില കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മുട്ട വേണം കേട്ടോ. ഞാനിപ്പോൾ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ട 8 പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, സവാള വഴറ്റിയത്, അത് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ. 2 മുട്ട വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. കാരണം മുട്ട ആൾറെഡി കുറേ പീസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടറ്റോ കുറവാണ്. അതുകൊണ്ട് 2 മുട്ടയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ 1 മുട്ടയുടെ പീസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ 2 മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മുട്ട വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മുട്ട വെച്ച് കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് 2 എണ്ണമൊക്കെ വീതം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്രെഡിൻ്റെ അരികുവശമൊക്കെ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ഈ ബ്രെഡ് പൊടിച്ചതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടാക്കിയിരിക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊട്ടറ്റോ എഗ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.